Hello all, welcome to One's classes. So നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു എന്താ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ 4th സെമസ്റ്റർ സ്റ്റുഡൻസിന് വരുന്ന ഒരു സബ്ജക്റ്റാണ്, ദാറ്റ് ഈസ് EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. സോ ഈ ഒരു സബ്ജക്റ്റിൽ ലാസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് മോഡ്യൂൾ നമ്പർ 5 വരുന്ന essay question ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ അതിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അഗെയിൻ രണ്ട് പാർട്ട് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനകത്ത് എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ഒരു തിയറി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ മീലി ആൻഡ് മോറെ സ്റ്റേറ്റ് മെഷീൻ മോഡൽ വിത്ത് എക്സാമ്പിൾ. അതായത് മീലി മോഡൽ അതുപോലെ തന്നെ മോറെ സ്റ്റേറ്റ് മെഷീൻ മോഡലിലെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് എന്താണ്? ബി പാർട്ട്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ ADC ആൻഡ് ഫ്ലാഷ് ടൈപ്പ് ADC. അപ്പം ഈ രീതിയിലാണ് രണ്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് ഫസ്റ്റ് കമ്പാരിസൺ 6 മാർക്കും നെക്സ്റ്റ് എന്താണ് 8 മാർക്കുമാണ് വന്നത്. ആ രീതിയിൽ 6+8 എന്താണ് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മോഡ്യൂൾ 5 വന്നിരിക്കുന്നത്. അപ്പോൾ മോഡ്യൂൾ 5 സിലബസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് കൺസൈസ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്ന സ്റ്റേറ്റ് മെഷീൻ ഉണ്ട്, അതിനകത്ത് മോറെ മീലി മെഷീൻ ഉണ്ട്, പിന്നെ വരുന്നതാണ് എന്താ ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്, പിന്നെ അതിനകത്ത് വരുന്നതാണ് ഒരു പ്രോഗ്രാമിംഗ് പാർട്ട്, എന്താണ് വെരിലോഗ് അല്ലെങ്കിൽ VHDLൻ്റെ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം കുറച്ച് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഈ ഒരു മോഡ്യൂളിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? മീലി മെഷീൻ അതുപോലെ തന്നെ മോറെ മെഷീൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ കമ്പാരിസണിനകത്ത് 6 മാർക്കാണ് തന്നിരിക്കുന്നത്. 6 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? മീലി മെഷീന് 3, മോറെ മെഷീന് 3. അപ്പോൾ അങ്ങനെ 3+3 6 മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്? മീലി മെഷീൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ബോത്ത് അപ്പോൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ദ പ്രസൻറ്റ് ഇൻപുട്ട്. അതായത് മീലി മെഷീനകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിനെയും പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? മീലി മെഷീൻ. മറിച്ച് മോറെ മെഷീൻ വരികയാണെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓൺലി. അതായത് പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണോ അതിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മീലി മെഷീൻ ഹാവ് ഫ്യൂവർ സ്റ്റേറ്റ്സ് ദാൻ മോറെ മെഷീൻ. മോറെ മെഷീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീലി മെഷീനകത്ത് വരുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറവാണ് വരുന്നത്. മോറെ മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് മോർ സ്റ്റേറ്റ്സ് ദാൻ മീലി മെഷീൻ. അപ്പോൾ മോറെ മെഷീനകത്ത് എന്താണ്? മീലിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ട്രാൻസിഷൻ ആൻഡ് ചേഞ്ചസ് വെൻ ദ ഇൻപുട്ട് ലോജിക് ഓൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റസ് ഡൺ. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ട്രാൻസിഷൻ. ട്രാൻസിഷൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ഓൾസോ ആൻഡ് ദ ചേഞ്ചസ് വെൻ ദ ഇൻപുട്ട് ലോജിക് ഓൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റസ് ഡൺ. അതായത് അത് എപ്പോഴാണ് ട്രാൻസിഷൻ ചേഞ്ച് ചെയ്യുന്നത്? ഇൻപുട്ടിനകത്ത്, അതായത് പ്രസൻറ്റ് സ്റ്റേറ്റിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പം ചേഞ്ച് വരാറുണ്ട്. അതുപോലെ തന്നെ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ദ ചേഞ്ചസ് അറ്റ് ദ ക്ലോക്ക് എഡ്ജ് വേറെ സ്റ്റേറ്റ് ചേഞ്ച് ഒക്കേഴ്സ്. അതായത് ഇവിടെ ക്ലോക്ക് എഡ്ജിലാണ് എന്ത് ചേഞ്ചസ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? മീലി മെഷീൻ റിയാക്ട് ഫാസ്റ്റർ ടു ഇൻപുട്ട്, ദേ ജനറലി റിയാക്ട് ഇൻ സെയിം ക്ലോക്ക് സൈക്കിൾ. എന്താണ്? മീലി മെഷീന് ഇൻപുട്ടിനകത്ത് ക്വിക്ലി എന്താണ് റെസ്പോണ്ട് ചെയ്യും. മോറെ മെഷീൻ ആണെങ്കിൽ മോർ ലോജിക് ഇസ് റിക്വയർഡ് ടു ഡീകോഡ് ദ ഔട്ട്പുട്ട് റിസൾട്ടിങ് ഇൻ മോർ സർക്യൂട്ട് ഡിലേ. അപ്പോൾ എന്താണ്? കുറേ അധികം സമയം എടുക്കുക എന്താണ്? മോറെ മെഷീൻ ഡീകോഡ് ചെയ്ത് അതിനനുസരിച്ച് ഒരു സൈക്കിളിനകത്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് മീലി മെഷീൻ്റെയും മോറെ മെഷീൻ്റെയും ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. അപ്പോൾ എന്താണ്? 3+3 6 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ അഗെയിൻ എന്താണ്? പ്യുവർ തിയറി ക്വസ്റ്റ്യൻ ആണ്. സക്സസീവ് അപ്രോക്സിമേഷൻ ADCയും ഫ്ലാഷ് ടൈപ്പ് ADCയും വരുന്നത്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇതിനകത്ത് സ്പ്ലിറ്റ് അപ്പ് വരുന്നത് 4 മാർക്ക് സക്സസീവ് അപ്രോക്സിമേഷൻ ADCക്ക്, 4 മാർക്ക് എന്താണ് ഫ്ലാഷ് ടൈപ്പ് ADCക്ക്. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് എന്ത്? സക്സസീവ് അപ്രോക്സിമേഷൻ. ഇവിടെ വരുന്നതാണ് എന്ത്? ഫ്ലാഷ് ടൈപ്പ് ADC. അപ്പോൾ ഇതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ 4 മാർക്ക് സ്പ്ലിറ്റ് അപ്പ് തന്നെ നിങ്ങൾക്ക് അറിയാം. 2 മാർക്ക് എന്ന് പറയുന്നത് ഈ ഫിഗർ വരച്ചാൽ തന്നെ 2 മാർക്ക് കിട്ടും. 2 മാർക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇവിടെയും അതുപോലെ തന്നെ ഫ്ലാഷ് ടൈപ്പ് ADCക്ക് 2 മാർക്ക് ഫിഗറിന്,
2 മാർക്ക് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഫസ്റ്റ് എന്താണ് സക്സസീവ് അപ്രോക്സിമേഷൻ ADC. അപ്പോൾ സക്സസീവ് അപ്രോക്സിമേഷൻ ADCക്കകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണ്, ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് ബ്ലോക്ക് ഉണ്ട്, സാമ്പിൾ ആൻഡ് ഹോൾഡ് ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഒരു കമ്പറേറ്റർ ഉണ്ട്, പിന്നെ എന്താണ് ഒരു കൺട്രോൾ ലോജിക്ക്, അതുപോലെ തന്നെ എന്താണ് ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അതുപോലെ തന്നെ ഈ പോയിന്റിലാണ് എന്ത് ഔട്ട്പുട്ട് അവൈലബിൾ ആകുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി എന്താണ് ഇതൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ADC ആണ്, അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് നമ്മുടെ ഈ Vinനകത്ത് എന്താണ് അവിടെ ഒരു അനലോഗ് ഇൻപുട്ട് അപ്ലൈ ചെയ്യും. വൺസ് ഒരു അനലോഗ് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിനെ സാമ്പിൾ ചെയ്യും. എന്താണ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ആയിട്ട് സാമ്പിൾ ചെയ്യും. അപ്പോൾ സാമ്പിൾ ചെയ്ത വാല്യൂ ആയിരിക്കും എങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവുക, കമ്പറേറ്ററിലോട്ട് കൊടുക്കുന്നുണ്ടാവുക. ഈ കമ്പറേറ്ററിനകത്ത് 2 ഇൻപുട്ട്സ് ഉണ്ട്. കമ്പറേറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, കമ്പയർ ചെയ്യുക. അതിനകത്ത് വരുന്ന 2 ഇൻപുട്ടും കൂടി കമ്പയർ ചെയ്യുക. അതിൻ്റെ ബേസിസിലാണ് എന്ത് കൊടുക്കുന്നത്, കൺട്രോൾ ലോജിക്കിനകത്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളുടെ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിനകത്ത് എന്തുണ്ട്, VDAC വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഫറൻസും വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി എന്ത് ചെയ്യും, ഒരു റെഫറൻസ് വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യും. ആ റെഫറൻസ് വാല്യൂ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഈ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്ററിനകത്ത് നിന്ന് എന്താണ് DACയിലകത്ത് എന്താണ് ഇൻപുട്സ് വരുന്നുണ്ട്. ഈ ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ട് എന്താണ് കറസ്പോണ്ടിങ് ഡിജിറ്റൽ വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ദറ്റ് ഈസ് ഡിജിറ്റൽ ടു അനലോഗ് വാല്യൂ ആണ് കിട്ടുന്നത്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. അനലോഗ് വാല്യൂ കിട്ടും. ഈ അനലോഗ് വാല്യൂ ആണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇൻപുട്ട് വോൾട്ടേജും ഈ റെഫറൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ആ വാല്യൂ ഇൻപുട്ട് ഇതിനേക്കാൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനേക്കാൾ ലെസ് ആണെങ്കിൽ ഇവിടെ എന്താണ് നമ്മളുടെ ഇവിടെ കിട്ടുന്ന ബിറ്റിനെ എന്താണ് ഇവിടെ ബിറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആക്കി വെക്കും. എന്നിട്ട് ഇവിടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് Vin നമ്മളുടെ റിസീവ് ചെയ്ത സിഗ്നലിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ 1 സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അത് 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് കൺട്രോൾ ലോജിക്കിനനുസരിച്ചാണ് ഇവിടെ എന്ത് വരുന്നത്, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്ററിനകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ ബിറ്റ്സും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് എന്ത് കിട്ടുന്നത്, ഫൈനലി നമുക്ക് അനലോഗിൽ നിന്നും ഡിജിറ്റൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കൊടുക്കുന്ന റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു വാല്യൂ സെറ്റ് ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഒരു ഡിജിറ്റൽ വാല്യൂ വരും. ആ ഡിജിറ്റൽ വാല്യൂവിനെയാണ് എന്ത് ഓരോ ബിറ്റും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ വരുന്ന വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ഫ്ലാഷ് ടൈപ്പ് ADC. ഈ ഫ്ലാഷ് ടൈപ്പ് ADCക്കകത്ത് വരുന്ന ഇവിടെ നോക്കാം, ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വരുന്നതാണ് എന്ത് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കമ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ചെയ്യുന്നത് എന്താണ് 3 ബിറ്റിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. അതിലാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 3 ബിറ്റിൻ്റെ ആയതുകൊണ്ട് ഇവിടെ എത്ര കമ്പറേറ്റർ വന്നു, 3 കമ്പറേറ്റേഴ്സ് വന്നിട്ടുണ്ട്. 3 ബിറ്റ് അല്ല, ഇറ്റ് ഈസ് 2 ബിറ്റ്. 2 ബിറ്റിൻ്റെ കമ്പാരിസൺ ആണ്. ഇവിടെ ഔട്ട്പുട്ട് നോക്കിയാൽ തന്നെ അറിയാം B0 B1. ഓക്കെ, അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ. അപ്പോൾ എന്താണ് 2 ബിറ്റിൻ്റെ ആയതുകൊണ്ട് എന്താണ് 3 കമ്പറേറ്റേഴ്സ് വന്നു. അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് 1, 2, 3 and 4 4 റെസിസ്റ്റീവ് എലമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഇതിനകത്ത് എന്താണ് വി ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കമ്പറേറ്ററിൻ്റെ പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റെഫറൻസ് വോൾട്ടേജ് കമ്പറേറ്ററിൻ്റെ നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അഗെയിൻ സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്താണ് വി ഇന്നും വി റെഫറൻസും കൂടി കമ്പറേറ്ററിൽ കമ്പയർ ചെയ്യും. അപ്പം വി ഇന്ന് വി റെഫറൻസിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് വരും, ഇവിടെ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് വരും, ഇവിടെ റീസെറ്റ് ചെയ്യും. അതായത് 0ഉം 1ഉം ആയിട്ട് മാറ്റും. അതിനനുസരിച്ചാണ് ഈ പ്രയോറിറ്റി എൻകോഡറിലോട്ട് കൊടുക്കുന്നത്. പ്രയോറിറ്റി എൻകോഡറാണ് അതിനെ എൻകോഡ് ചെയ്തിട്ട് എന്താണ് 2 ബിറ്റിൻ്റെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അനലോഗ് ടു ഡിജിറ്റൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് 2 എണ്ണം വരുന്നത്. സക്സസീവ് അപ്രോക്സിമേഷൻ ADC, പറയുന്ന ഫ്ലാഷ് ടൈപ്പ് ADC. അപ്പോൾ ഇതിനകത്ത് 2-നകത്തും സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ 2 മാർക്കും ഈ പറയുന്ന ബ്രീഫായിട്ട് എന്തൊക്കെയാണ് കോമ്പോണൻസ്, എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനനുസരിച്ച് മാർക്സിനനുസരിച്ച് ആൻസർ ചെയ്യുക. 4+4 ആയതുകൊണ്ട് ഡയഗ്രത്തിനകത്ത് 2 വരുന്നുണ്ട്, എക്സ്പ്ലനേഷൻ 2. അപ്പോൾ ആ രീതിക്കകത്തുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വരുന്നതാണ് എന്താ, ഇംപ്ലിമെൻറ്റ് ദ ഫംഗ്ഷൻ f of a b c d equal
മിൻ ടേം ഓഫ് 3, 7, 8, 9, 11, 15 യൂസിങ് PLA. അതുപോലെ അടുത്ത പാർട്ട് വരുന്നതാണ് ഇംപ്ലിമെന്റ് ആൻഡ് ഗേറ്റ് ആൻഡ് ദെൻ ഹാഫ് ആഡർ സർക്യൂട്ട് യൂസിങ് VHDL. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അഗെയിൻ 14 മാർക്ക്, 6 + 8 എന്നുള്ളതാണ് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ് PLA, പ്രോഗ്രാമബിൾ ലോജിക് അറേ. പ്രോഗ്രാമബിൾ ലോജിക് അറേ യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, റിയലൈസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ റിയലൈസ് ചെയ്യാൻ നോർമലി പ്രോഗ്രാമബിൾ ലോജിക് അറേ റിയലൈസ് ചെയ്യാൻ എന്താണ് ഒന്നിലധികം ഫംഗ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ക്വസ്റ്റ്യനകത്ത് എന്താണ് ഒരൊറ്റ ഫംഗ്ഷനേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കീമിനകത്തും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നോർമലി എന്താണ് ഒരൊറ്റ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് എന്താണ് ഈ ഒരു ഫംഗ്ഷൻ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നത് എന്താണ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ ABCD, ഇതിനകത്ത് മിൻ ടേംസ് വരുന്നത് എന്താണ് 3, 7, 8, 9, 11 ആൻഡ് 15. അപ്പോൾ എന്താണ് ഇതിനകത്ത് എത്ര വേരിയബിൾ ഉണ്ട് നോക്കാം. 4 വേരിയബിൾ ആണുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കെ മാപ്പിനകത്ത് എത്ര വേരിയബിൾസ് വരും, 4 വേരിയബിൾ ഉള്ളത്. ദാറ്റ് മീൻസ് അതിനകത്ത് വരുന്ന സ്ക്വയേഴ്സ് 16 നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ആ രീതിയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ഞാൻ AB ആൻഡ് CD 0, 0, 0, 1, 1, 1, 1, 0, 0, 0, 0, 1, 1, 1, 1, 0, 0, 1, 2 and 3, 4, 5, 6 and 7, 8, 9, 10, 11, 12, 13, 14 and 15 ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന മിൻ ടേം എവിടെയൊക്കെ വരുന്നത്, ദാറ്റ് ഈസ് 3 വരുന്നുണ്ട്, 3 മാർക്ക് ചെയ്തു. 7 വരുന്നുണ്ട്, 7 മാർക്ക് ചെയ്തു. 8 വരുന്നുണ്ട്, 8 മാർക്ക് ചെയ്യുക. 9 വരുന്നുണ്ട്, നെക്സ്റ്റ് 11 വരുന്നുണ്ട്, പിന്നെ വരുന്നത് 15. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ മാപ്പിംഗ് വരുന്നത്. മാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ക്വാഡ് ഫോം ചെയ്യാൻ പറ്റും. ഈ ക്വാഡാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ 2 എണ്ണം കൂടി ഒരു പെയറും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 എണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എഫ് ഓഫ് ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, ഈ 2 പെയറിനെ ദറ്റ് ഈസ് 1, 0 കറസ്പോണ്ട്സ് ടു A, B ബാർ. ഈ കോളം നോക്കുകയാണെങ്കിൽ അതിന് കോമൺ വരുന്നത് എന്താണ് C = 0. ദാറ്റ് മീൻസ് C ബാർ ആണ് വരുന്നത്. അപ്പോൾ A, B ബാർ, C ബാർ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈ കോളം ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1 and 1, ദാറ്റ് ഈസ് C and D is equal to 1, ദാറ്റ് ഈസ് CD. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ വരുന്നത്. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ആൻഡ് ഗേറ്റ്സും ഓർ ഗേറ്റ്സും യൂസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് അറേ യൂസ് ചെയ്ത് സോൾവ് ചെയ്യായിരുന്നു. സോ ഹിയർ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇംപ്ലിമെൻറ്റ് ആൻഡ് ഗേറ്റ് ആൻഡ് എ ഹാഫ് ആഡർ സർക്യൂട്ട് യൂസിങ് VHDL. സോ അഗെയിൻ ഈ ക്വസ്റ്റ്യനകത്തും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സിലബസിനകത്ത് വെരിലോഗ് പ്രോഗ്രാമിംഗ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നത് VHDL ആണ് ചോദിക്കുന്നത്. സോ ഏത് പ്രോഗ്രാം എഴുതിയാലും, വെരിലോഗ് എഴുതിയാലും VHDL എഴുതിയാലും യു വിൽ ഗെറ്റ് ദ സെയിം മാർക്ക്. എന്നാണ് എത്രയാണോ അതിൻ്റെ മാർക്ക്, ആ പ്രോഗ്രാം ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, യു വിൽ ഗെറ്റ് ദ മാർക്ക്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് VHDL. അപ്പോൾ VHDL എന്ന് പറയുമ്പോൾ VHDL പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നോർമലി 2 പാർട്ടാണ് വരുന്നത്. VHDL പ്രോഗ്രാമിനകത്ത് ഒരു എൻറ്റിറ്റി പാർട്ടും വരും, ഒരു ആർക്കിടെക്ചർ പാർട്ടും വരും. സോ ഫസ്റ്റ് എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ നോർമലി C പ്രോഗ്രാമിന് ഹെഡർ ഫയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈബ്രറി ഫയൽ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഇസ് ലൈബ്രറി IEEE. നെക്സ്റ്റ് യൂസ് IEEE.standardlogic1161.all. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഹെഡർ ഫയലും അതിനകത്തുള്ള എല്ലാ ആക്സസറീസും യൂസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എന്താണ് എൻറ്റിറ്റി പാർട്ട്. എൻറ്റിറ്റി പാർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഇൻപുട്ട് പിൻസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് പിൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് എന്ത് എൻറ്റിറ്റി പാർട്ട് വരുന്നത്. ആർക്കിടെക്ചറിനകത്താണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ആൻഡ് ഗേറ്റിൻ്റെ റിയലൈസേഷൻ ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ റിയലൈസേഷൻ ഫസ്റ്റ് എന്താണ്, ഗേറ്റ് വരയ്ക്കുക. ആൻഡ് ഗേറ്റ് വരച്ചു, അതിനകത്ത് 2 ഇൻപുട്ട് വരുന്നുണ്ട്, A and B ആണ് ഇൻപുട്ട് വരുന്നത്, ഔട്ട്പുട്ട് Y വന്നു. സോ ഇൻപുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് പോർട്ട് ആണ് ഇൻപുട്ടിനെ ഡിഫൈൻ ചെയ്യാൻ. A ഫസ്റ്റ് പോർട്ട് ഇൻപുട്ടായിട്ട് ഡിഫൈൻ ചെയ്തു, ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ലോജിക്. നെക്സ്റ്റ് B സെക്കൻഡ് ഇൻപുട്ടായിട്ട് ഡിഫൈൻ ചെയ്തു, സ്റ്റാൻഡേർഡ് ലോജിക്. പിന്നെ ഔട്ട്പുട്ട് എന്ത് വന്നു, Y ഔട്ടായിട്ട് ഡിഫൈൻ ചെയ്തു, സ്റ്റാൻഡേർഡ് ലോജിക്.
സോ ഇത്രയും പാർട്ടാണ് എന്ത് എൻറ്റിറ്റി പാർട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ആർക്കിടെക്ചർ പാർട്ട്. ആർക്കിടെക്ചർ പാർട്ട് വരുമ്പം ആർക്കിടെക്ചർ ആൻഡ് ലോജിക്. ഇവിടെ ആൻഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റർ തന്നെ എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ ഓൾറെഡി അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന VSDLനകത്ത് ആൻഡ് എന്ന് പറയുന്ന ഗേറ്റ് ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ലോജിക് ഓഫ് ആൻഡ് ഗേറ്റ് ഈസ് അഗെയിൻ എന്താണ് ബിഗിൻ. നമ്മളെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ബിഗിൻ സ്റ്റാർട്ട് ചെയ്തു. വൈ അസൈനിങ് ഓപ്പർ ഈക്വൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈക്വലിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു സൈൻ. എ ഇൻപുട്ട് എ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ് ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ആരുമായിട്ട് സെക്കൻഡ് ഇൻപുട്ട് എയും ബിയും തമ്മിൽ. അപ്പോൾ എന്തിട്ടു സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്തു. എൻഡ് ആൻഡ് ലോജിക്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറിൻ്റെ പേര് ആൻഡ് ലോജിക് ആണ്. ആ ആൻഡ് ലോജിക് ഇവിടെ എൻഡ് ചെയ്തു. എന്തിൻ്റെയാണ് ആൻഡ് ഗേറ്റിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത് ആൻഡ് ഗേറ്റിൻ്റെ എൻറ്റിറ്റി പാർട്ടും ആർക്കിടെക്ചർ പാർട്ടും. എൻറ്റിറ്റി പാർട്ടിനകത്ത് ഇൻപുട്ട് പോർട്ട്സും ഔട്ട്പുട്ട് പോർട്ടും, ആർക്കിടെക്ചർ പാർട്ടിനകത്ത് നമ്മളുടെ എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നതാണ് എന്ത് നമ്മളുടെ ഹാഫ് ആഡറിൻ്റെ VSDL ആണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ ഹാഫ് ആഡർ അറിയാൻ പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗേറ്റ് എങ്ങനെയാണ് വരുന്നത്. ഗേറ്റ് വരുമ്പോൾ എന്താണ് രണ്ട് ഇൻപുട്ട് വന്നു. ദാറ്റ് ഈസ് ഇവിടെ സ്മോൾ ലെറ്റർ എ ആൻഡ് ബി യൂസ് ചെയ്തു. എന്താണ് അതിനകത്ത് രണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട് അല്ലേ. ഒരെണ്ണം എന്താണ് സമ്മാണ്. അപ്പോൾ സം എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. എ എക്സോർ ബി ആണ് സം. ക്യാരി എന്ന് പറയുന്നത് എന്ത് വന്നു എ ആൻഡ് ബി ചെയ്യുന്നതാണ് എന്ത് ക്യാരി വരുന്നത്. സോ എ ഇവിടുന്ന് എടുത്തു, ബി ഇവിടുന്ന് എടുത്തു. എ ആൻഡ് ബി ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുന്നത് ക്യാരി കിട്ടുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിനെയാണ് എന്ത് VSDL പ്രോഗ്രാം വെച്ച് റിയലൈസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് എന്താണ് എൻറ്റിറ്റി പാർട്ട്, സെക്കൻഡ് ആർക്കിടെക്ചർ പാർട്ട്. അപ്പോൾ എൻറ്റിറ്റി പാർട്ടിനകത്ത് എന്താണ് നമ്മൾ എ ബി രണ്ട് ഇൻപുട്ട്, ആർക്കിടെക്ചർ പാർട്ടിന് ഇപ്പോൾ അതുപോലെ തന്നെ ഔട്ട്പുട്ട് സമ്മും ക്യാരിയും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് ലൈബ്രറി ഡിഫൈൻ ചെയ്തു. യൂസ് IEEE സ്റ്റാൻഡേർഡ് ലോജിക് 1164.all. ഫസ്റ്റ് എൻറ്റിറ്റി പാർട്ടാണ് ഈ വരുന്നത്. എൻറ്റിറ്റി പാർട്ട് എന്തിൻ്റെയാണ് ഹാഫ് ആഡറിൻ്റെ ആണ്. സോ എൻറ്റിറ്റി ഹാഫ് ആഡർ ഫ്രീ സ്പേസ് പാടില്ല, അണ്ടർസ്കോർ ഇട്ടു. പോർട്ട് ഡിഫൈൻ ചെയ്തു. എ ആൻഡ് ബി ആണ് ഇൻപുട്ട് പോർട്ട്. എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതിന് പകരം ഒരുമിച്ച് എഴുതാം, കോമ ഇട്ട് എഴുതാം. എ കോമ ബി ഇൻ STD ലോജിക്. സമ്മിനെ സം എഴുതി, ക്യാരി CRY ഔട്ട് STD ലോജിക്. സോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇട്ടു. ലാസ്റ്റ് എൻഡ് ഹാഫ് ആഡർ. ഹാഫ് ആഡർ എന്ത് ചെയ്തു എൻഡ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ പാർട്ടാണ്. ആർക്കിടെക്ചർ എന്താ ആർക്കിടെക്ചർ ഓഫ് ആഡർ, ആർക്കിടെക്ചർ ഓഫ് ഹാഫ് ആഡർ ഈസ്. അപ്പോൾ എന്താണ് ബിഗിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. സമ്മ് കണ്ടുപിടിക്കാൻ എന്താണ് എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ടിനെ എക്സോർ ചെയ്യാണ്. സോ ഇറ്റ് സം ഇസ് ഈക്വൽ എ ഇൻപുട്ടാണ്. എക്സോർ എന്താണ് എക്സോർ എന്നുള്ള ടേം തന്നെ എടുത്തു, ബി എന്ന് കൊടുത്തു. നെക്സ്റ്റ് ക്യാരി CRY ഈക്വൽ എ ആൻഡ് ബി ആണ്. അപ്പോൾ എ ആൻഡ് ബി എന്ന് കൊടുത്തു. ലാസ്റ്റ് എന്താണ് എൻഡ് ആഡർ ആർക്കിടെക്ചർ. ഇവിടെ ഡിഫൈൻ ചെയ്ത ആർക്കിടെക്ചറിൻ്റെ പേരാണ് ആഡർ ആർക്കിടെക്ചർ. അപ്പോൾ അതുകൊണ്ടാണ് എൻഡ് ആഡർ ആർക്ക് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് VSDLൻ്റെ പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഈ VSDLൻ്റെ പ്രോഗ്രാമിനകത്ത് വന്നിരിക്കുന്നത് 8 മാർക്സ് ആണ്. 8 മാർക്കിനകത്ത് 4 മാർക്ക് എന്ന് പറയുന്നത് എന്താണ് ആൻഡിൻ്റെയും 4 മാർക്ക് ഹാഫ് ആഡറിനാണ്. അപ്പോൾ എഗെയിൻ ഇതിനകത്ത് സ്പ്ലിറ്റപ്പ് വരുന്നത് ഈ 4 മാർക്കിനകത്ത് 2 മാർക്സ് എൻറ്റിറ്റി ഡെഫിനേഷനും 2 മാർക്സ് ആർക്കിടെക്ചർ ഡെഫിനേഷനും. അതുപോലെ ഇതിനകത്തും 2 മാർക്ക് എൻറ്റിറ്റി ഡെഫിനേഷനും 2 മാർക്ക് ആർക്കിടെക്ചർ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 5th മോഡ്യൂളും കമ്പാരേറ്റീവ്ലി സിമ്പിളാണ്. കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് സ്റ്റഡി വെൽ, ഇതെന്താണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മോഡ്യൂൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ EET 206ൻ്റെ മോഡ്യൂൾ 5-നകത്ത് വരുന്ന എന്താണ് 2019 സ്കീമിലുള്ള ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന SI ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സെഷൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ എൻറ്റയർ ഈ ഒരു ഡിഫറെൻറ്റ് സെഷൻസിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറയുന്ന EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ പാർട്ട് എയിലും പാർട്ട് ബിയിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും എത്രയാണ് വെയിറ്റേജ് വരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഈസിലി ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഐ വിഷ് all the candidates to get better marks and
ഓൾ ദ ബെസ്റ്റ് ഫോർ യു. സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യുന്നത് വരെ താങ്ക് യു.